ഉള്ളൂ, സിമ്പിളാണ്. മുംബൈയിൽ ട്രാവൽ ചെയ്യാന്ന് പറയുന്നത് വളരെ ചീപ്പാണ്, വളരെ എളുപ്പമാണ്. PVR ഐക്കോൺ 5 രൂപ പേ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ടിക്കറ്റ് കിട്ടും. ഓക്കെ, ഇതാണ് നമ്മുടെ ഫേമസ് ഐക്കോണിക് മറാഠ മന്ദിർ. ഈ ദാദറിൽ വന്നപ്പോഴാണ് ഇപ്പോൾ ഒരു വൈബ് കിട്ടിയത്. ഈ ഭയങ്കര തിരക്കാണ് മുംബൈയിലുള്ള എല്ലാ റെയിൽവേ സ്റ്റേഷനും. നമ്മൾ ചന്ദ്രലേഖയിലെ കണ്ടിട്ടില്ലേ, അത്രയൊന്നും ഇല്ലെങ്കിലും ഇപ്പോഴാണ് ഒരു തിരക്കിൻ്റെ വൈബ് കിട്ടിയത്. Memento appreciation present to Maratha Mandir cinema to the completion of 100 weeks of DDLJ. വേറെ ഏത് തിയേറ്ററിലുണ്ടാവില്ല ഇതുപോലെ. നമ്മുടെ നാട്ടിലും ഡബിൾ ഡെക്കർ ഉണ്ട്, പക്ഷേ ഞാൻ ആദ്യമായിട്ടാണ് ഡബിൾ ഡെക്കറിൽ കയറുന്നത്. जिन्हें हम जानते हैं छत्रपति शिवाजी महाराज के नाम से. ഛത്രപതി ശിവാജി മഹാരാജ്. CST നിന്ന് PVR പോകാനുള്ള ലോക്കൽ ട്രെയിൻ നോക്കുകയാണ്. ഈ CSMTയിൽ താമസിക്കുന്നതാണ് എന്തുകൊണ്ടും ലാഭം. കാര്യം എന്ന് വെച്ചാൽ നമുക്ക് എവിടെ പോകണമെങ്കിലും അതിനകത്തുള്ള ഒരു ട്രാൻസ്പോർട്ടേഷൻ ഉണ്ടല്ലോ, ട്രാൻസ്പോർട്ടേഷന് കറക്റ്റായുള്ള ഓപ്ഷൻ ഇവിടെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ റൂം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ CSMT ഭാഗത്തേക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. CSMTയിൽ നിന്ന് നേരെ കറി റോഡ് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ഇറങ്ങുക. അവിടെ നിന്ന് ഒരു ഇച്ചിരി നടന്നു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവരുടെ PVR ആവും. ഈ കറി റോഡ് എന്ന് പറഞ്ഞാൽ ഈ ഇതില്ലേ, ഈ ഇവിടെ ഒന്ന് ഇറങ്ങുക, ഈ സ്റ്റേഷനിലൊന്ന് ഇറങ്ങുക. അവിടെ ഒരു ഇച്ചിരി അങ്ങനെ നടക്കണം, എക്സിറ്റ് നമ്പർ 2. അങ്ങനെ നടന്ന് അവസാനം ഫീനിക്സ് പല്ലാഡിയും എത്തി. അവിടെ PVR ഐക്കൺ കണ്ട, അങ്ങനെ PVR ഐക്കോൺ കണ്ടെത്തി. കൊട്ടാക്ക് IMAX വിത്ത് ലേസർ ലക്സ്. ഫാന്റാസ്റ്റിക് ഫോർ IMAXിൽ കണ്ട മോശം എക്സ്പീരിയൻസ് എൻ്റെ ലൈഫ് ഫ്രോം സിനിമാസ് എന്ന യൂട്യൂബ് ചാനൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ ഡു ചെക്ക് ഇറ്റ് ഔട്ട്. ഈ IMAXും ഡോൾബി സിനിമാസും തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ് എനിക്ക് ഫീൽ ചെയ്തതെല്ലാം അതിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. PVR ഐക്കണിന്ന് പടം കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എങ്ങോട്ടാണ് പോകേണ്ടത്? നമ്മളുടെ ഫേമസ് ആയിട്ടുള്ള DDLJ കളിക്കുന്ന മറാഠ മന്ദിറിലേക്ക്. ഇപ്പോൾ ലോവർ പരേൽ എന്ന് പറഞ്ഞ ഒരു റെയിൽവേ സ്റ്റേഷനിലാണ് ഈ പറയുന്ന PVRലേക്ക് കൊണ്ട് നമ്മൾ ഇറങ്ങേണ്ടത്. ലോവർ പരേൽ എന്ന് പറയുന്ന 2 സ്റ്റോപ്പുള്ളൂ ഈ പറയുന്ന മുംബൈ സെൻട്രൽ. ആ സെൻട്രലിൽ നിന്ന് വാക്കബിൾ ഡിസ്റ്റൻസ് ആണ് മറാഠ മന്ദിർ. നമുക്ക് നോക്കാം എങ്ങനെ പോകേണ്ടത്. അതാണ് റെയിൽവേ സ്റ്റേഷൻ. എല്ലാ റെയിൽവേ സ്റ്റേഷനിലും ഓൺലൈൻ ടിക്കറ്റ് എടുക്കാനുള്ള കിയോസ്ക് ഉണ്ടാവും. യൂസിങ് മാപ്പ്. അവിടെ മുംബൈ സെൻട്രൽ, അവിടെ മുംബൈ സെൻട്രൽ. ഓക്കെ, ലോവർ പരേ ടു മുംബൈ സെൻട്രൽ. മുംബൈ സെൻട്രൽ പേ ഭീം UP 5 രൂപ പേ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ടിക്കറ്റ് കിട്ടും. അടിപൊളി പരിപാടിയാണ് ആക്ച്വലി. ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ നമ്മുടെ ഇവിടെയും കൂടി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കെ, പേയ്മെൻറ്റ് സക്സസ് ആയിട്ടുണ്ട്. ഇത് കണ്ടോ, ഇവിടെ വരും. അങ്ങനെ നമുക്ക് ഇവിടെ നിന്ന് നേരെ മറാഠ മന്ദിറിലേക്ക് പോകാം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ എം ഇൻഡിക്കേറ്റർ ആപ്പിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെയൊക്കെയാണ് ഇവിടേക്കൊക്കെയാണ് പോകേണ്ടതെന്നുള്ളത് സിമ്പിളാണ്. അത് ഞാനത് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ എം ഇൻഡിക്കേറ്റർ ആപ്പ് വരുന്നത്. അത് ലോക്കൽ നോക്കുക. യു ആർ അറ്റ് ലോവർ പരേൽ. ഡെസ്റ്റിനേഷൻ കൊടുക്കുക. ഡെസ്റ്റിനേഷൻ കൊടുക്കുമ്പോൾ നേരെ താഴേക്ക് വരും. മുംബൈ സെൻട്രൽ. ഓക്കെ, ലോവർ പരേൽ ടു മുംബൈ സെൻട്രൽ. അപ്പോൾ 1:18 ഓൾറെഡി കഴിഞ്ഞു. ഇപ്പം നെക്സ്റ്റ് കൊടുക്കുക. 1:25 ഒന്നുണ്ട്. ചർച്ച് ഗേറ്റ് ആ ഭാഗത്തേക്ക് വേണ്ടി പോകുന്നതാണ്. പ്ലാറ്റ്ഫോം നമ്പർ 2ലാണ് വന്നിരിക്കുന്നത് കേട്ടോ. 2 സ്റ്റോപ്പ്, 6 മിനിറ്റ് കൊണ്ട് നമ്മളെടുത്തു. അത്രേ ഉള്ളൂ, സിമ്പിളാണ്. മുംബൈയിൽ ട്രാവൽ ചെയ്യാന്ന് പറയുന്നത് വളരെ ചീപ്പാണ്, വളരെ എളുപ്പമാണ്. അപ്പോൾ പ്ലാറ്റ്ഫോം നമ്പർ 2 കണ്ടുപിടിക്കട്ടെ. പ്ലാറ്റ്ഫോം നമ്പർ 2. ഇപ്പോൾ 5 മിനിറ്റ് കോസ്റ്റ് ഉണ്ട്. 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത ബസ് വരും. നമ്മുടെ ട്രെയിൻ വന്നു. ഇതാണ് മുംബൈ സെൻട്രൽ. മുംബൈ ടെർമിനസ് പോലെ തന്നെ നല്ല വലിയ സംഭവം തന്നെയാണ്. കൊള്ളാമല്ലോ ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷനല്ല. അവിടെ നേരെ എക്സിറ്റ് എടുക്കുക. എക്സിറ്റ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 350 മീറ്ററേ ഉള്ളൂ ഈ പറയുന്ന ആ ഐക്കോണിക് ആയിട്ടുള്ള തിയേറ്ററിലേക്ക്. പുറത്തെത്തി കഴിഞ്ഞ് ഇങ്ങനെയാണ് മുംബൈ സെൻട്രൽ. അതായത് ഈ വഴിയില്ലേ, ഇതേ വഴി അങ്ങ് നേരെ അങ്ങ് നടന്നാൽ മതി. ഗൂഗിൾ മാപ്പ് ഇട്ട് നടന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടെ നല്ലത്. ആൾക്കാരോട് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ ഇപ്പോൾ വേറെ വല്ല വഴിയും പറഞ്ഞു തരും. അതേ കണ്ടാണ് മറാഠ മന്ദിർ. ഈ റോഡ് പണി നടക്കുന്നതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് കൂടി കയറി ചെല്ലാൻ പറ്റില്ല. വളഞ്ഞ് ആ വഴിക്ക് ഇറങ്ങി വേണം പോകാനായിട്ട്. അതൊരു വല്ലാത്ത ബുദ്ധിമുട്ടാണ്.
ഓക്കെ, ഇതാണ് നമ്മുടെ ഫേമസ് ഐക്കോണിക് മറാഠ മന്ദിർ. ഡെയിലി മാറ്റിനി 11:30. ടിക്കറ്റ് ബാൽക്കണി 40 രൂപ അല്ലെങ്കിൽ 30 രൂപ. പുഴ കളിക്കാൻ അല്ലാതെയുള്ള സയ്യാറ. എൻ്റെ ഈ ചാനൽ ലൈവ് ഫ്രോം സിനിമാസിൽ മുംബൈയിലെ ഐക്കോണിക് ആയിട്ടുള്ള മറാഠ മന്ദിറിൽ DDLJയും അതുകൂടാതെ സയ്യാറ അവിടുത്തെ ലോക്കൽ ക്രൗഡിൻ്റെ കൂടെ ഇരുന്ന് കണ്ട എക്സ്പീരിയൻസിനെ കുറിച്ച് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഡു ചെക്ക് ഇറ്റ് ഔട്ട്. DDLJയുടെ എല്ലാത്തിൻ്റെയും സിൽവർ ജൂബിലി കഹാനി കിസ്മത് കി അതിൻ്റെയാണത്. ഓ, ഇത് വേറെ പടങ്ങളിലേക്കാണ് കേട്ടോ. കർമ്മ, ഇതാണ് 25 years ആയിട്ടുള്ള ഒരു പോസ്റ്റർ. 25 years ഓഫ് ലവ്. വിജയ് ദേവരകൊണ്ടയുടെ പടം വരുന്നുണ്ട് കേട്ടോ 31-ാം തീയതി. സാമ്രാജ്യ കിങ്ഡം സാമ്രാജ്യയായി മാറി. Memento appreciation present to Maratha Mandir cinema to the completion of 100 weeks of DDLJ. വേറെ ഏത് തിയേറ്ററിലുണ്ടാവില്ല ഇതുപോലെ. 500 വീക്സിൻ്റെയാണ് ഈ കാണുന്നത്. മറാഠ മന്ദിറിൽ നിന്ന് പടം കണ്ടു കഴിഞ്ഞിട്ട് നേരെ മുംബൈ സെൻട്രലിലേക്ക് പോകും. ജസ്റ്റ് വാക്കിംഗ് ഡിസ്റ്റൻസ് 2-3 മിനിറ്റ്. നേരെ അകത്തേക്ക് കയറുക. അകത്തേക്ക് കയറി കഴിഞ്ഞിട്ട് CSTയിലാണ് റൂം എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ CSTയിൽ റൂം എടുക്കുന്നത് ശരിക്കും എന്തുകൊണ്ടും നല്ലതാണ്. കാരണം കറക്റ്റ് സെൻറ്ററാണ്. ഇപ്പോൾ സിനിമ തിയേറ്ററിൽ പോകാനാണെങ്കിലും ട്രാൻസ്പോർട്ടേഷൻ നമുക്ക് ഈസിലി നമുക്ക് എല്ലായിടത്തും പോകാൻ പറ്റും. അതാണ് ഏറ്റവും വലിയ അറിയാലോ, മുംബൈയിലെ ബ്ലോക്കും കാര്യങ്ങളും അറിയാം. അപ്പോൾ ലോക്കൽ ട്രെയിനാണ് ഏറ്റവും നല്ലത്. അല്ലാതെ നമ്മൾ ഊബറൊക്കെ വിളിച്ച് പോയി കഴിഞ്ഞാൽ അവിടെ പെട്ട് കിടക്കൽ മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ അതിന് വേറെ ചാർജ് കൊടുക്കണം. വെസ്റ്റേൺ റെയിൽവേ മുംബൈ ഡിവിഷൻ വെൽക്കംസ് യു. ഇവിടെ ഉള്ളൊരു ഗുണം, എല്ലായിടത്തും ടിക്കറ്റ് വെൻഡിങ് മെഷീൻസ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് എവിടേക്കാണ് പോകാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ക്യൂ നിന്നൊന്നും ടിക്കറ്റ് എടുക്കണ്ട. ജസ്റ്റ് ഈ വെൻഡിങ് മെഷീൻ എടുക്കുക. യൂസിങ് മാപ്പ് നമുക്ക് പോകേണ്ട എവിടെയാണ്? മുംബൈ CST. ഓക്കെ, അതിനകത്ത് മുംബൈ CST സെലക്ട് ചെയ്യുക. ഛത്രപതി ശിവാജി മഹാരാജ്. ഓക്കെ, 10 രൂപയാണ് പേ ചെയ്യാനുള്ളൂ. ഭീം QR സെലക്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ സ്കാനർ വരും. സ്കാനർ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പേയ്മെൻറ്റ് ചെയ്യാം. പേയ്മെൻറ്റ് ഡൺ. ഓക്കെ, പേയ്മെൻറ്റ് ഓക്കെ. ടിക്കറ്റ് വന്നു. 10 രൂപ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് CST വരെ എത്താം. മുംബൈ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ 2 സബർബൻ പ്ലാറ്റ്ഫോം വേറെയും ബാക്കിയുള്ള ട്രെയിനുകൾക്കുള്ള പ്ലാറ്റ്ഫോം വേറെയാണ്. അപ്പോൾ നമ്മൾ ഈ ലോക്കൽ ട്രെയിനാണ് പിടിക്കണമെന്നുണ്ടെങ്കിൽ എപ്പോഴും സബർബൻ പ്ലാറ്റ്ഫോം ചൂസ് ചെയ്യുക. ഓക്കെ, പ്ലാറ്റ്ഫോം നമ്പർ 1. ഈ ദാദറിൽ വന്നപ്പോഴാണ് ഇപ്പോൾ ഒരു വൈബ് കിട്ടിയത്. ഈ ഭയങ്കര തിരക്കാണ് മുംബൈയിലുള്ള എല്ലാ റെയിൽവേ സ്റ്റേഷനും. നമ്മൾ ചന്ദ്രലേഖയിലെ കണ്ടിട്ടില്ലേ? അത്രയൊന്നും ഇല്ലെങ്കിലും ഇപ്പോഴാണ് ഒരു തിരക്കിൻ്റെ വൈബ് കിട്ടിയത്. ദാദർ സ്റ്റേഷനിലുള്ള അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ. ദാദറിൽ ഇറങ്ങിയിട്ട് പ്ലാറ്റ്ഫോം നമ്പർ 9 കണ്ടുപിടിക്കണം. കുറച്ച് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അങ്ങനെ ലോക്കൽ ട്രെയിനിൽ കയറി CSMT എത്തി. CSMTയുടെ മുമ്പിൽ നിന്ന് തന്നെ നമുക്ക് ഗേറ്റ് വേ ഓഫ് ഇന്ത്യയും പിന്നെ താജ് ഹോട്ടൽ ആ ഭാഗത്തേക്ക് പോകാനുള്ള ഡബിൾ ഡെക്കർ ബസ് നമുക്ക് അവൈലബിൾ ആണ്. ഈ ഡബിൾ ഡെക്കർ ബസ് അവിടെ എല്ലാ 15 മിനിറ്റ് കൂടുമ്പോഴും ഉണ്ട്. അപ്പം അങ്ങനെ ഒരു ഡബിൾ ഡെക്കർ ബസ്സിൽ കയറിയിരിക്കുകയാണ്. 12 രൂപയേ ഉള്ളൂ നമുക്ക് ഇവിടേക്കുള്ള ചാർജ് എന്ന് പറയുന്നത്. AC ബസ്സാണ്. അപ്പോൾ ഗേറ്റ് വേ ഓഫ് ഇന്ത്യ കണ്ടില്ലെങ്കിൽ നഷ്ടമല്ല. നമ്മുടെ നാട്ടിലും ഡബിൾ ഡെക്കർ ഉണ്ട്, പക്ഷേ ഞാൻ ആദ്യമായിട്ടാണ് ഡബിൾ ഡെക്കറിൽ കയറുന്നത്.
12 രൂപയാണ് കേട്ടോ ഇവിടുന്ന് ഛത്രപതി ശിവരാജ് മഹാരാജ് ടെർമിനസിൽ നിന്ന് ഈ ഗേറ്റ് വേ ഓഫ് ഇന്ത്യയിലേക്ക് ഈ ഡബിൾ ഡെക്കറിന് 12 രൂപ. ഇങ്ങനെ ഡബിൾ ഡെക്കറിൽ ഇരുന്ന് പോകുമ്പോൾ മുംബൈയിലെ ഒരുപാട് ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള ലാൻഡ്മാർക്ക് ആയിട്ടുള്ള ബിൽഡിങ്സ് കാണാം. അതിൽ ഞാൻ റീഗൽ സിനിമാസ് എന്ന് പറയുന്ന തിയേറ്ററൂടെ കണ്ടു. റീഗലിൽ കയറി ഒരു പടം കാണാൻ എനിക്ക് കഴിയാതെ പോയി. എൻ്റെ ടൈം മാനേജ്മെൻറ്റ് ഇഷ്യൂ ആണ്. പക്ഷേ മുംബൈ എന്ന് പറയുന്ന സിറ്റി എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. അപ്പോൾ ആദ്യമായിട്ടാണ് മുംബൈയിൽ വന്നത്. പക്ഷേ അവസാനമായിട്ടല്ല, ഞാൻ ഇനിയും വന്നിരിക്കും. അതുപോലെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സിറ്റിയാണ്. को मजबूत ഇവിടെ മറ്റേ മറാഠ ഹിസ്റ്ററി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഗേറ്റ് വേ. शाहजी राजे भोसले शिवनेरी ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ शाहजी भोसले की पत्नी സംഭവം കൊള്ളാം കേട്ടോ. माता जीजाबाई ഒരു പറഞ്ഞ കഥയിൽ ആ ഒരു ഇമോഷൻ ഉണ്ട്. വോയിസ് ആരോ കൊടുത്തേക്കുന്നുണ്ടെങ്കിൽ കിട്ടിനായിട്ടാണ് കൊടുത്തേക്കുന്നത്. जब भारत भूमि मांग रही थी एक शूरवीर सूरमा महान, जीजाबाई ने जना पुत्र मराठा शान प्यार से पुकारा शिव वाह, जिन्हें हम जानते हैं छत्रपति शिवाजी महाराज के नाम से। ഛത്രപതി ശിവാജി മഹാരാജ്. जीजाबाई बाल शिवाजी को सुनाने जानो। लगी भारत की गौरव Famous गाथाएं, रामायण, महाभारत और वीरों की कथाएं। मराठाओं की जमीन ही नहीं, स्वाभिमान भी गिरी। इस पीड़ा से बेचैन हो रहे थे बाल शिवाजी। 15 की छोटी उम्र में ही वीर शिवाजी ने ഷാബാ जोड़ സിനിമ लिया കാണുന്ന പോലെ ഉണ്ട്. अपने साथ मराठा मावड़ों को, समूचे मराठा समाज को, उठा लिया एक अद्भुत संकल्प। मैं शिवाजी शाहजी भोसले और मराठा माटी की सौगंध उठाता हूं। मेरे जीवन का लक्ष्य है അപ്പോൾ ഇതാണ് ദ ഗ്രേറ്റ് താജ്മഹൽ ഹോട്ടൽ. ഒരുപാട് ചരിത്രം ഉറങ്ങുന്ന, ഒരുപാട് ചരിത്രം പറയാനുള്ള ഒരു സ്റ്റാർ ഹോട്ടലാണ്. ആക്ച്വലി ഇതൊരു ബഡ്ജറ്റ് ട്രിപ്പ് ആയതുകൊണ്ട് താജ് ഹോട്ടലിൻ്റെ അകത്ത് കയറാനോ തുടങ്ങിയ കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ മുംബൈ എന്ന് പറയുന്ന ആ ഒരു ഡ്രീംസ്, മുംബൈ സിറ്റി ഓഫ് ഡ്രീംസ് എന്നാണ് പറയുന്നത്. അവിടേക്ക് നമ്മൾ വീണ്ടും വരുന്നുണ്ട്. അന്ന് നമ്മൾ ഈ താജ് ഹോട്ടലിൽ താമസിക്കാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഈ താജ് ഹോട്ടലിൻ്റെ ഒരു ഫുൾ ടൂർ ഞാൻ വൈകാതെ തന്നെ നമ്മുടെ ഈ യൂട്യൂബ് ചാനലിൽ വരുന്നതായിരിക്കും. അപ്പോൾ ഇതിപ്പോൾ പുറത്തുനിന്നല്ലേ കാണുന്നത്. നെക്സ്റ്റ് ടൈം നമുക്ക് ഇതിൻ്റെ അകത്ത് ഏതെങ്കിലും ഒരു റൂമിൽ നിന്ന് ഈ പുറത്തേക്കുള്ള വ്യൂ കാണാം. വിലയപ്പാറിലെ അതായത് തിരിച്ച് നമ്മൾ എയർപോർട്ടിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഫ്ലൈറ്റ് എന്ന് പറയുന്നത് ടെർമിനൽ 2 ആണ്. അപ്പോൾ ടെർമിനൽ 1ഉം ടെർമിനൽ 2ഉം തമ്മിൽ, അതായത് ഡൊമസ്റ്റിക്കിൻ്റെ തന്നെ ചെറിയ വ്യത്യാസമൊക്കെ ഉണ്ട്. നമ്മളിങ്ങോട്ട് വന്നപ്പോൾ ജസ്റ്റ് ഡൊമസ്റ്റിക് 1 എക്സിറ്റിൽ നിന്ന് വിലയപ്പാറില എന്ന് പറയുന്ന ഈ സ്ഥലത്തേക്ക് ഒരു 1.5 കിലോമീറ്റർ ഒക്കെ എന്താ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതേ ഓർമ്മയിൽ തന്നെ വീണ്ടും പോയി കഴിഞ്ഞാൽ നമ്മൾ ടെർമിനൽ 1ൽ തന്നെ എത്തുള്ളൂ. ടെർമിനൽ 2 ഡിഫറെൻ്റ് ആണ്. ഇവിടെ നിന്ന് വേറെ കുറച്ചും കൂടി ഡിസ്റ്റൻസ്, ഒരു 2-3 കിലോമീറ്റർ കൂടുതലുണ്ട്. അപ്പം അതിന് വേറെ ബസ്സാണ് പിടിക്കേണ്ടത്. ഈ കാര്യം എപ്പോഴും ശ്രദ്ധിക്കുക കേട്ടോ. അങ്ങനെ ബസ് കയറി അവസാനം മുംബൈ എയർപോർട്ട് എത്തി മക്കളെ. കൊള്ളാം. അപ്പോൾ ഏതായാലും മുംബൈ പൂനെ ഫിനിഷ് ചെയ്തു. അടുത്ത ബക്കറ്റ് ലിസ്റ്റ് അഹമ്മദാബാദ് നമുക്ക് തകർക്കാം. ആക്ച്വലി ഇത് ഇൻ്റർനാഷണൽ ടെർമിനലാണ്. അതിനകത്ത് വളരെ കുറച്ച് ഡൊമസ്റ്റിക്കാണ് ഇവിടുന്ന് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അതിലൊന്ന് എയർ ഇന്ത്യയാണ്. എയർ ഇന്ത്യയുടെ എല്ലാം F നിന്നാണ്. ഏതായാലും ക്യാബിൻ മാത്രമേ ഉള്ളൂ, അവിടെ കൊടുത്തേക്കാം. വെറുതെ ഒന്നുകൊണ്ടൊക്കെ ഉണ്ടാവും. അങ്ങനെ ഫ്ലൈറ്റിൽ കയറി വിസ്താര കോ ബ്രാൻഡഡ് ക്രെഡിറ്റ് കാർഡ്സുകൾ ഉപയോഗിക്കുന്നതുകൊണ്ട് അതിൻ്റെ റിവാർഡായിട്ടുള്ള ഒരു പ്രീമിയം എക്കോണമി വൗച്ചർ ഉപയോഗിച്ച് വെറും 600 രൂപയ്ക്കാണ് ഞാൻ ഈ ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്തിരിക്കുന്നത്. നമ്മളുടെ ഫുഡിൻ്റെ മെനു ആണ് ഈ കാണുന്നത്. പ്രീമിയം ഇക്കോണമിയിലും അവർ ഫുഡ് സെർവ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ വിസ്താരയിലോ അല്ലെങ്കിൽ എയർ ഇന്ത്യയിലോ കയറിയവർക്ക് അറിയാം. എയർ ഇന്ത്യ എക്സ്പ്രസ്സിൽ ഈ സംഭവമില്ല. അപ്പോൾ അങ്ങനെ നമ്മളുടെ മുംബൈ പൂനെ സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള ഈ ട്രിപ്പ് ഇവിടെ അവസാനിക്കുകയാണ്. മുംബൈ ആദ്യമാണ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു സിറ്റിയായി മാറി മുംബൈ എന്ന് പറയുന്നത്. ഞാൻ മുംബൈയിൽ ആദ്യമായിട്ടാണ്, എനിക്ക് അത്ര സേഫ് അല്ല, അങ്ങനെയൊക്കെയുള്ള കുറേ കൺസേൺസ് കൊണ്ട് വരാതിരുന്നതാണ്. മുംബൈയുടെ ആകാശ
ആ ഒരു ദൃശ്യമാണ് നിങ്ങൾ ഈ കാണുന്നത്. ആ കാണുന്നതെല്ലാം സ്ലമ്മാണ്. അതായത് എത്രത്തോളം ഡെവലപ്ഡ് ആണോ അതിനോട് ചേർന്ന് കാണുന്ന ആ ബ്ലൂ കളറിൽ കാണുന്ന ആ ഒരു ഇതുണ്ടോ, അതെല്ലാം സ്ലമ്മിന്റെ ഭാഗമാണ്. ഇപ്പോൾ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ സ്ലം ഉള്ളതെല്ലാം മുംബൈയിലാണ്. ഇപ്പോൾ ഈ സ്ലം എന്ന് പറയുന്നത് അവരിപ്പോൾ നമുക്ക് ഈ സ്ലം ടൂറിസം എന്നുള്ള രീതിയിൽ അവിടെയുള്ള ജീവിതം, അവിടെയുള്ള ആളുകൾ എങ്ങനെയൊക്കെയാണ് ജീവിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഇപ്പോൾ ഒരു ആസ് എ ടൂറിസത്തിന്റെ ഭാഗമായിട്ടും അവരിപ്പോൾ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയും വലിയ സിറ്റിയാണ്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇതിന്റെ ഒരു ഏരിയൽ വ്യൂ നോക്കൂ. അതിൽ ആ കാണുന്ന ബ്ലൂ കളറിൽ കാണുന്ന എല്ലാം ഷീറ്റ് ഇട്ട് വലിച്ച് കെട്ടിയിരിക്കുന്ന, അല്ലെങ്കിൽ ആ ഒരു ആസ്പെറ്റോസിന്റെ കളറാണ് എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അതാണ്. ഇങ്ങനെ പോകുമ്പോഴാണ് ഞാനൊരു കാര്യം ഓർത്തത്. ഈ മുംബൈ എന്ന് പറയുമ്പോൾ റിലയൻസിന്റെ ലോഗോയിലടക്കമൊക്കെ വരുന്ന മുമ്പ് റിലയൻസ് ഫിലിം ഫീൽഡിലൊക്കെ ഉണ്ടായിരുന്നപ്പോൾ അവരുടെ ഒരു ലോഗോ വരുന്നത് ഈ മുംബൈയുടെ ഒരു ബ്രിഡ്ജ് ആയിരുന്നു. ആ ബ്രിഡ്ജ് ഈ ഫ്ലൈറ്റ് ഉയർന്നു കഴിഞ്ഞപ്പോൾ ഇത്രയും ഹൈറ്റിലെത്തിയപ്പോൾ അത്ര പ്ലസന്റ് ആയിട്ടുള്ള ഒരു കാലാവസ്ഥയൊന്നും ആയിരുന്നില്ല ഞാൻ അവിടെ നിന്ന് തിരിച്ചു വന്ന ദിവസം. പക്ഷെ എന്നാൽ പോലും ആ ബ്രിഡ്ജ് എനിക്കവിടെ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ബ്രിഡ്ജ് എനിക്ക് മിസ്സായി. മുംബൈയിൽ എനിക്ക് മിസ്സായ കാര്യങ്ങളെക്കുറിച്ച് പറയാനാണെന്നുണ്ടെങ്കിൽ ഒരുപാടുണ്ട്. കാരണം പ്രോപ്പറായിട്ട് മുംബൈ എന്താണെന്നോ മുംബൈയിലുള്ള കാഴ്ചകളൊന്നും തന്നെ ഞാനത് അനുഭവിച്ചിട്ടില്ല. ഞാൻ ജസ്റ്റ് മുംബൈയിൽ വന്നു. മുംബൈയിൽ വന്നിട്ട് നേരെ പൂനെ പോയി സിനിമ കണ്ടു. മുംബൈയിലാണെങ്കിലും സിനിമ കണ്ടു. ഹാർബർ ലൈൻ എന്ന് പറയുന്ന ആ ലൈനിൽ വരുന്ന ട്രെയിനുകളിൽ മാത്രമേ ഞാൻ കയറിയിട്ടുള്ളൂ. അപ്പോൾ യഥാർത്ഥ മുംബൈയിലെ ലോക്കൽ ട്രെയിനിലെ തിരക്ക് കാര്യങ്ങളൊന്നും ഞാൻ അനുഭവിച്ചിട്ടില്ല. ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ മുംബൈ ദ സിറ്റി ഓഫ് ഡ്രീംസ് എന്ന് പറയുന്നത് അത് ആക്ച്വലി കറക്റ്റാണ്. സിറ്റി ഓഫ് ഡ്രീംസ് തന്നെയാണ്. വീണ്ടും വീണ്ടും നമ്മളവിടെ എത്തിക്കും. അത് ആ സിറ്റിയുടെ മാജിക്കാണ്. അപ്പോൾ മുംബൈ ഞാൻ വീണ്ടും 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 വരും. അത്രയ്ക്ക് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സിറ്റിയായി മാറിക്കഴിഞ്ഞു മുംബൈ. അങ്ങനെ മുംബൈയിൽ നിന്ന് ഉയർന്ന വിമാനം 2 മണിക്കൂറിനടുത്ത് നമുക്ക് ഫ്ലൈയിങ് ടൈം വരുന്നുള്ളൂ. അങ്ങനെ നമുക്ക് ഈ പച്ചപ്പും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുമല്ലോ നമ്മുടെ കൊച്ചിൻ എയർപോർട്ടാണ് വരാൻ പോകുന്നത്. അങ്ങനെ ഈ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. സോ ഫാർ സോ ഗുഡ്. വളരെ ചീപ്പായിട്ടുള്ള ഒരു ഡെസ്റ്റിനേഷനും കൂടിയാണ് മുംബൈ എന്ന് പറയുന്നത്. കാരണം ഞാൻ UPI പേയ്മെന്റ്സും കാര്യങ്ങളൊന്നും കാര്യമായിട്ട് ഉപയോഗിച്ചിട്ടില്ല. എൻ്റെ പേഴ്സിൽ 500ന്റെ 6 നോട്ട്, അതായത് 3000 രൂപയും കൊണ്ടാണ് ഞാൻ മുംബൈയിലേക്ക് പോയത്. അതിൽ ട്രാൻസ്പോർട്ടേഷൻ നിങ്ങൾക്കറിയാം വളരെ ചീപ്പായിരുന്നു. പിന്നെ ഫുഡ് എന്ന് പറയുന്ന അഫോർഡബിൾ ആയിട്ടുള്ള ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ സ്ട്രീറ്റ് ഫുഡിൻ്റെ ആ ഒരു കൗണ്ടേഴ്സ് കാര്യങ്ങൾ ആ ഭാഗത്തേക്കൊന്നും ഞാൻ കാര്യമായിട്ട് എക്സ്പ്ലോർ ചെയ്തില്ല. പിന്നെ ഹാജി അലി അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ എനിക്ക് മിസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞാൻ കൊച്ചിയിലെത്തിയപ്പോൾ എൻ്റെ കയ്യിൽ 2000 രൂപ ബാക്കിയുണ്ടായിരുന്നു. അതായത് 3 ദിവസത്തെ ഈ ട്രാൻസ്പോർട്ടേഷൻ, ഭക്ഷണം തുടങ്ങിയ കാര്യങ്ങൾക്കെല്ലാം കൂടി എനിക്ക് ആകെ ചിലവായിരിക്കുന്നത് 1000 രൂപയുടെ അടുത്തേ ഉള്ളൂ. അത് ഞാൻ വളരെ വണ്ടറടിച്ചു പോയി. കാരണം അത്രയ്ക്ക് ചീപ്പാണല്ലോ മുംബൈ എന്നാണ് എൻ്റെ മനസ്സിൽ ആദ്യം എത്തിയത്. ശരിയാണ്, വളരെ വളരെ ചീപ്പായിട്ടുള്ള ഓപ്ഷനാണ് മുംബൈ എന്നുള്ള സിറ്റി. നമുക്ക് ഒരുപാട് കാശുണ്ടെന്നുണ്ടെങ്കിൽ ആ രീതിയിലും നമുക്ക് ജീവിക്കാം. അതല്ല നമ്മുടെ കയ്യിൽ കാശ് കുറവാണെന്നുണ്ടെങ്കിൽ ആ രീതിയിലും ജീവിക്കാം. ഞാനൊരു മോഡറേറ്റ്, അതായത് റെസ്റ്റോറൻറ്റ് പിന്നെ സ്ട്രീറ്റിൽ തന്നെയുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ അവിടെ കിട്ടുന്ന രീതിയിൽ ബ്രെഡ് ഓംലെറ്റ് ആ രീതിയിലുള്ള അതൊക്കെയായിരുന്നു ഞാൻ കഴിച്ചിരുന്നത്. അങ്ങനെ വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു സിറ്റിയും കൂടിയാണ് ഈ മുംബൈ എന്ന് പറയുന്നത്. വളരെ ഒരു മാജിക്കൽ സിറ്റി കേട്ടോ. കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മുംബൈയിൽ നിന്ന് തിരിച്ചെത്തി പിന്നെ ഞാൻ ഈ വീഡിയോയ്ക്ക് വോയിസ് ഓവർ നൽകുന്നത് വരെ മുംബൈ എന്ന് പറയുന്നത് അതൊരു മാജിക്കൽ സിറ്റിയാണ്. നമ്മളെ വീണ്ടും ആ സിറ്റി അവിടെ എത്തിക്കും. അതതിൻ്റെ മാജിക്കാണ്. ബ്ലാക്ക് മാജിക് ആണോ എന്താണോ എന്നറിയില്ല. അതുകൊണ്ടൊക്കെ കൊണ്ടായിരിക്കാം ചിലപ്പോൾ സിറ്റി ഓഫ് ഡ്രീംസ് എന്ന് പറയുന്നത്. വളരെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സിറ്റി. അപ്പോൾ മുംബൈ എന്ന് പറയുന്നത് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സിറ്റികളിൽ ഒന്നായി മാറി ഞാൻ വീണ്ടും വീണ്ടും മുംബൈയിലേക്ക് എത്തിയിരിക്കും, ഉറപ്പാണ്. അപ്പോൾ ഇത്രയും നേരം ഈ ഒരു സിനിമാറ്റിക് സിനിമ കാണാൻ വേണ്ടിയിട്ടുള്ള ഈ യാത്ര എൻ്റെ കൂടെ ഡിജിറ്റലായിട്ട് ട്രാവൽ ചെയ്ത് നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി. ഇതുപോലുള്ള ഒരുപാട് വീഡിയോസ് നമ്മുടെ ഈ ചാനലിൽ ഇനിയും വരുന്നതായിരിക്കും. സോ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ ആൻഡ് ബൈ.